ശ്രീരാമഭക്തനായ ഭക്ത രാമദാസൻ്റെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്കിലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഇതാ ശ്രീരാമഭക്തനായ രാമദാസൻ്റെ കഥ. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തെലുങ്കു ഭക്ത കവിയായിരുന്നു ഭദ്രാചലം രാമദാസൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥമായ പേര് കഞ്ചർല ഗോപണ്ണ എന്നായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഭക്തരാമദാസൻ എന്ന പേരിലുമായിരുന്നു. തികഞ്ഞ രാമഭക്തനായിരുന്ന അദ്ദേഹമാണ് പ്രസിദ്ധമായ ഭദ്രാചലം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭദ്രാചലം രാമദാസൻ എന്ന് വിളിക്കുന്നതും. 1620 ഇന്നത്തെ തെലുങ്കാന സംസ്ഥാനത്തെ ഭദ്രാതികോത്തകുടം ജില്ലയിലെ ഭദ്രാചലത്തിനടുത്തുള്ള നിലകൊണ്ടപ്പള്ളി ഗ്രാമത്തിലൊരു ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഭദ്രാചലം രാമദാസരുടെ ജീവിതത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പ്രത്യക്ഷമായ ദർശനം ലഭിച്ച ഒരു സംഭവ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. തികഞ്ഞ രാമഭക്തനായിരുന്ന രാമദാസന് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു അദ്ദേഹം, എൻ്റെ ഗുരുവായ അങ്ങയെ കാണുന്നത് തന്നെ എനിക്ക് സാക്ഷാൽ ശ്രീരാമ ദർശനം ലഭിച്ചതുപോലെ തന്നെയാണ്. എങ്കിൽ പോലും ശ്രീരാമചന്ദ്രനെ പ്രത്യക്ഷമായി കണ്ട് സേവിക്കണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട്. അങ്ങ് വിചാരിച്ചാൽ അത് സാധിക്കും. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി ഭഗവാനോട് പറയണം. അപ്പോൾ ഗുരു പറഞ്ഞു, രാമദാസ, ശ്രീരാമചന്ദ്രനെ പ്രത്യക്ഷമായി കാണുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഭഗവാനിൽ ഭക്തി ലഭിക്കുന്നത് തന്നെയാണ് മഹാഭാഗ്യം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ. കുറേ ദിവസം അല്ലെങ്കിൽ കുറേ നാളുകൾ, എത്ര നാളാണെന്നറിയില്ല, എങ്കിലും ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിച്ചുകൊണ്ടേയിരിക്കുക. നിന്റെ ആഗ്രഹം തീർച്ചയായും ഭഗവാൻ സാധിപ്പിച്ചു തരും എന്ന് ഗുരു രാമദാസനോടായി പറഞ്ഞു. അപ്പോൾ രാമദാസൻ അത്യധികമായ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഈ ഒരു ദേഹം അനിക്തമാണ്. ഈ ദേഹത്തെ വിട്ട് ആത്മാവ് എപ്പോഴാണ് പോകുന്നത് എന്ന് ആർക്കും തന്നെ നിശ്ചയമില്ല. അപ്പോൾ എന്തായാലും ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിച്ചിട്ട് ശ്രീരാമദർശനം ലഭിച്ചില്ല എങ്കിൽ ഈ ജന്മം കൊണ്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് അങ്ങ് വിചാരിച്ചാൽ കഴിയാത്ത കാര്യമൊന്നും തന്നെ ഇല്ല. എനിക്ക് വേണ്ടി അങ്ങു തന്നെ ഭഗവാനോട് ഒന്ന് പറയണം. ഇത്രയും പറഞ്ഞ് രാമദാസൻ കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. ഗുരു ഇത് കണ്ടപ്പോൾ ദയയോടുകൂടി പറഞ്ഞു, രാമദാസ, നീ വിഷമിക്കേണ്ട. നാളെ 17 നാഴികയാവുമ്പോൾ ഭഗവാൻ വരും. നീ കണ്ട് നേരിട്ട് സേവിച്ചു കൊള്ളൂ ഭഗവാനെ. ഇത് കേട്ടതും രാമദാസൻ ആഹ്ലാദം കൊണ്ട്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ട് ഭഗവാനെ സൽക്കരിക്കുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓരോരോ ഒരുക്കങ്ങൾ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് തൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഭഗവാൻ വന്നാൽ ഇരിക്കാനൊരു കട്ടിലിന്മേൽ ഒരു വിശേഷമായ പട്ടുകിടക്കയൊക്കെ വിരിച്ച് നല്ല പട്ടുതലയിണകളും വെച്ച് അതിൽ സുഗന്ധദ്രവ്യങ്ങളെല്ലാം തെളിച്ച് നല്ല പുഷ്പങ്ങളും പനിനീരും ചന്ദനവും എല്ലാം തയ്യാറാക്കി വെച്ച് ഒരു കുഞ്ഞിനെ പോലെ പ്രിയപ്പെട്ട ഒരാൾ വരാൻ പോകുന്നു എന്ന ആ ഒരു ഭാവത്തോടുകൂടിയിരുന്നു. കൊച്ചു കുട്ടികൾ എങ്ങനെയാണോ ആഹ്ലാദത്തോടുകൂടി ഇരിക്കുന്നത് അതേപോലെ കാത്തിരുന്നു രാമദാസൻ. ഇതേ സമയം ഗുരു ആശ്രമത്തിൽ ചെന്ന് ഭഗവാനെ സ്തുതിക്കുവാൻ തുടങ്ങി. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കാരണം ഗുരു ആത്മജ്ഞാനിയായിട്ടുള്ള ഗുരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, ഭക്ത, എന്താണ് നിൻ്റെ ആവശ്യം? അപ്പോൾ ഗുരു പറഞ്ഞു, ഭഗവാനെ, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്ന അങ്ങേക്ക് എൻ്റെ മനോരഥത്തെ പറ്റി അറിയാമല്ലോ. എങ്കിൽ പോലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. എൻ്റെ ശിഷ്യനും ഭഗവാന്റെ ഭക്തനുമായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ഭഗവാനെ പ്രത്യക്ഷമായി കണ്ട് സേവിക്കണമെന്ന് എന്നോട് അപേക്ഷിക്കേണ്ടായി. ഞാനാവട്ടെ നാളെ 17 നാഴികയ്ക്ക് ഭഗവാൻ വരുമെന്ന് പറഞ്ഞും പോയി. അങ്ങത് സത്യമാക്കി തീർക്കണം. അവൻ്റെ ആ വീട്ടിൽ പോയി അവൻ ചെയ്യുന്ന ആ പൂജ സ്വീകരിക്കണം അങ്ങ്. ഭഗവാൻ ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അപ്രത്യക്ഷനായി. എന്നാൽ പിറ്റേന്ന് 17 നാഴികയായപ്പോൾ ഭഗവാൻ വന്നു. എന്നാൽ ഒരു മഹിഷരൂപത്തിലായിരുന്നു ഭഗവാൻ വന്നത് എന്നു മാത്രം. അതായത് ഒരു പോത്തിൻ്റെ രൂപത്തിൽ. അങ്ങനെ ഭഗവാൻ വരുന്ന വഴിയിൽ ഈ ചളിയിലെല്ലാം കിടന്നുരുണ്ട് ദേഹം മുഴുവനും ചെളിയായി. രാമദാസൻ്റെ ആഗ്രഹത്തിൻ്റെ അകത്തേക്ക് സന്തോഷത്തോടുകൂടി ഈ മഹിഷമായി മാറിയ ഭഗവാൻ ഓടിച്ചെന്നു. മാത്രമല്ല, ഭഗവാൻ വരുന്നതും പ്രമാണിച്ചിട്ട് ഒരുപാട് ബ്രാഹ്മണരെയും സദ്യയ്ക്കായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു രാമദാസൻ.
അങ്ങനെ ബ്രാഹ്മണരും മറ്റും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലൂടെ ഓടി വന്നു ആ മഹിഷം. മാത്രമല്ല രാമദാസൻ ഭഗവാന് വേണ്ടി ഒരുക്കി വെച്ച ആ കട്ടിലിൽ കയറി കിടന്നുരുളുവാൻ തുടങ്ങി. അതും ഈ ദേഹത്ത് പുരണ്ട ചളിയോടുകൂടെ. പെട്ടെന്നാണ് രാമദാസന് കോപമുണ്ടായത്. ഒരു വടിയെടുത്ത് ആ മഹിഷത്തെ അടിച്ചു രാമദാസൻ. അടിച്ചടിച്ച് പുറത്താക്കി രാമദാസൻ. മാത്രമല്ല ഭഗവാനെ ഇനി സേവിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ അശുദ്ധമായല്ലോ എന്ന് വിചാരിച്ചെല്ലാം വീണ്ടും തയ്യാറാക്കി. വീണ്ടും ഭഗവാൻ വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങി രാമദാസൻ. ഇതേ സമയം ഭഗവാൻ തൻ്റെ രൂപത്തിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഭക്ത, നിന്റെ വാക്കുകേട്ട് ഞാൻ അപമാനിതനായി നോക്കൂ. എന്നിട്ട് തൻ്റെ പുറത്ത് കിടക്കുന്ന രാമദാസൻ അടിച്ചതിൻ്റെ പാടുകൾ കാണിച്ചു കൊടുത്തു ഭഗവാൻ. അപ്പോൾ വളരെ വിഷമത്തോടുകൂടി ഗുരു ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഏത് രൂപം ധരിച്ചിട്ടാണ് അവിടേക്ക് പോയത്? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാനൊരു മഹിഷരൂപം ധരിച്ച് ചേറിലെല്ലാം പുരണ്ട് എന്നിട്ട് അവൻ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ കട്ടിലിന്മേൽ കയറി കിടന്നുരുണ്ടു. അപ്പോൾ ഗുരു ചോദിച്ചു, ഭഗവാനെ, അങ്ങ് ഈ രീതിയിലൊക്കെ പോയാൽ ഭഗവാനെ മനസ്സിലാക്കാത്തവൻ അടിക്കാതെ പിന്നെ എന്തു ചെയ്യാനാണ്? പക്ഷെ അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഏതു രൂപത്തിലും എന്നെ കാണാൻ സാധിക്കാത്ത രാമദാസന് ഭക്തി ഉറച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മഹിഷരൂപത്തിൽ പോയപ്പോൾ അവന് മനസ്സിലാകാതെ ഇരുന്നത്. അതുകൊണ്ട് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറേയേറെ വർഷങ്ങൾ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഇവിടെ രാമദാസൻ സന്ധ്യ വരെ ഭഗവാനെ കാത്തിരുന്നു. എന്നിട്ടും ഭഗവാനെ കാണാത്തതിനാൽ കൂടുതൽ ദുഃഖിതനായി ഗുരുവിനെ ചിന്തിച്ചു. അപ്പോൾ തന്നെ ഗുരു വന്നു. രാമദാസൻ വളരെ ഭക്തിയോടുകൂടി ഗുരുവിനെ പൂജിച്ചിരുത്തി. എന്നിട്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, അങ്ങല്ലേ പറഞ്ഞത് 17 നാഴികയാവുമ്പോൾ ഭഗവാൻ വരുമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ ഭഗവാൻ വന്നില്ല ഗുരു. അപ്പോൾ ഈ ഗുരു പറഞ്ഞു, മഹിഷരൂപം ധരിച്ച് ഭഗവാൻ വന്നില്ലേ? അപ്പോൾ നീ എന്തിനാണ് വടികൊണ്ട് അടിച്ചത് ഭഗവാനെ? അപ്പോഴേക്കും രാമദാസൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അയ്യോ ഭഗവാനെ, അങ്ങ് എന്നെ വഞ്ചിക്കുകയാണോ ചെയ്തത്? ഞാൻ ഇത്ര ബുദ്ധിയില്ലാത്തവനായി പോയല്ലോ. എന്നെപ്പോലെ ഒരു മഹാപാപി ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? ഇത്രയും പറഞ്ഞ് രാമദാസൻ പൊട്ടിക്കരയുവാൻ തുടങ്ങി. അപ്പോഴാണ് ഗുരു പറഞ്ഞത്, നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ നിന്നെ തന്നെ നിന്ദിക്കുന്നത്? ഭഗവാന്റെ ദർശനത്തിന് സമയമായിട്ടില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നീ ബന്ധപ്പെടാതെ ഭക്തിയോടുകൂടി പ്രതീക്ഷയോടുകൂടി ഭഗവാനെ സേവിക്കൂ. തീർച്ചയായും ഭഗവാന്റെ ദർശനം നിനക്ക് ലഭിക്കുന്നതാണ് രാമദാസ. ഇങ്ങനെ ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട രാമദാസൻ ഭഗവാനെ ഭജിച്ച് ശ്രീരാമഭക്തന്മാർക്ക് ഭക്ഷണവും മറ്റുമൊക്കെ കൊടുത്ത് സേവിച്ചുകൊണ്ട് അനേകം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാമദാസൻ്റെ അച്ഛൻ സമ്പാദിച്ച പണമെല്ലാം തീർന്നു. ഭക്ഷണത്തിനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാമദാസൻ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭഗവാൻ ശ്രീരാമസ്വാമി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഹേ രാമദാസ, നീ വെറുതെ ദുഃഖിക്കേണ്ട. ഹൈദരാബാദിൽ പോയിട്ട് അവിടുത്തെ രാജാവിനെ കണ്ടാൽ മതി. നിനക്കൊരു ഉദ്യോഗം കിട്ടും. അതുകൊണ്ട് നീ സുഖമായിട്ടിരിക്കുക. രാമദാസൻ പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ആലോചിച്ചു, ഭഗവാൻ എനിക്ക് സ്വപ്നദർശനം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ പോയി അവിടുത്തെ രാജാവിനെ കാണാം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ അവിടെ കൊട്ടാരത്തിലുണ്ട്. അവിടുത്തെ മന്ത്രിമാരായിരുന്നു അക്കണ്ണ, അതുപോലെ മാടണ്ണ. ഇവരുടെ അനന്തിരവനായിരുന്നു ഇദ്ദേഹം. കഞ്ചർല ഗോപണ്ണ എന്നായിരുന്നു രാമദാസിൻ്റെ ശരിക്കുമുള്ള പേര്. അപ്പോൾ അമ്മാവന്മാരും അവിടെയുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അവിടെ കൊട്ടാരത്തിലേക്ക് ചെന്നു രാമദാസൻ. അവിടെ ചെന്ന് തൻ്റെ അമ്മാവന്മാരെ കണ്ട് തൻ്റെ കഷ്ടാവസ്ഥയെല്ലാം പറഞ്ഞു രാമദാസൻ. അങ്ങനെ അവർ രാമദാസനെ രാജസഭയിൽ കൊണ്ടുവന്ന് രാജാവിനോട് കാര്യം പറഞ്ഞു. രാമദാസൻ റാം റാം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവിനെ വന്ദിച്ചു. രാമദാസൻ്റെ ആ ഒരു വിനയവും ഭക്തിയും ഒക്കെ കണ്ടിട്ട് രാജാവ് വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ ഈ രാജാവ് തൻ്റെ മന്ത്രിമാരോട് ചോദിച്ചു, നമ്മുടെ രാജ്യത്തിൽ എവിടെയെങ്കിലും ഉദ്യോഗം ഒഴിവുണ്ടോ? അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, ഈ സംസ്ഥാനത്തിൽ ഇപ്പോൾ വന്നു ചേർന്ന ഭദ്രാചലത്തിലൊരു തഹസീൽദാറിൻ്റെ ഒരു ഉദ്യോഗം ഒഴിവുണ്ട്. എങ്കിൽ പിന്നെ ഈ രാമദാസിനെ ഭദ്രാചലത്തിലെ തഹസീൽദാരായി നിയമിച്ചിരിക്കുന്നു. നീ അവിടെ പോയി ആ ഒരു ഉദ്യോഗം സത്യസന്ധമായി നടത്തി സർക്കാരിലേക്ക് അടയ്ക്കേണ്ടുന്ന പണമുണ്ടല്ലോ, അത് ഗഡു തെറ്റാതെ അടച്ച് ക്രമം തെറ്റാതെ ഇരുന്നാൽ ഇനിയും നിൻ്റെ മേൽ എനിക്ക് പ്രീതി വർദ്ധിക്കും. അപ്പോൾ നിനക്ക് ഉദ്യോഗക്കയറ്റവും ലഭിക്കുന്നതാണെന്ന് പറഞ്ഞ് രാജാവ് രാജമുദ്രയും കൊടുത്തിട്ട് ഭദ്രാചലത്തിലേക്ക് രാമദാസിനെ അയച്ചു.
അങ്ങനെ ഈ രാമദാസൻ അമ്മാവന്മാരോട് യാത്ര പറഞ്ഞ് ഭദ്രാചലത്തിലേക്ക് യാത്രയായി. അവിടെ ശ്രീരാമസ്വാമിയുടെ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ഗൗതമി നദിയിൽ എത്തി കുളിച്ച ആചമനമെല്ലാം ചെയ്ത് ഭദ്രാചലം എന്നാൽ ഒരു വലിയ കുന്നാണ് കേട്ടോ, അതിൻ്റെ ഒരു ശിഖിരം കണ്ട് ഭക്തിപരവശനായി ഭൂമിയിൽ വീണ് നമസ്കരിച്ചു ആദ്യം രാമദാസൻ. എന്നിട്ട് അവിടെയുള്ള ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി സീതാലക്ഷ്മണ സമേതനായി നിൽക്കുന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആ വിഗ്രഹം കണ്ട് വന്ദിച്ചു. അവിടുത്തെ കച്ചേരിയിൽ പോയിട്ട്, അതായത് അവിടുത്തെ ഓഫീസിൽ പോയിട്ട് എന്താണോ തന്നെ ഏൽപ്പിച്ച ആ ഉദ്യോഗം ഏറ്റുവാങ്ങി പിന്നീട് വളരെ ഭംഗിയായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുവാൻ തുടങ്ങി. രാമദാസൻ എല്ലാ ദിവസവും ഭദ്രാചലത്തിൽ കയറി ശ്രീരാമചന്ദ്രനെ സേവിച്ച് ധാർമ്മികമായിട്ടും അതുപോലെ ന്യായം അന്യായ പ്രകാരവും എല്ലാ കാര്യങ്ങളും ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട പണം എല്ലാ താലൂക്കുകളിൽ നിന്നും വരുന്നതിൻ്റെ 4 ദിവസം മുൻപ് ഭദ്രാചലത്തിലെ പണം കൊണ്ടുപോയി അടയ്ക്കുമായിരുന്നു. ഇത് രാജാവിന് വലിയ സന്തോഷമുണ്ടാക്കി. ആദ്യമൊക്കെ ഭദ്രാചലത്തിലെ ഒരു സന്ദർശകനായിട്ടാണ് രാമദാസൻ പോയതെങ്കിലും പിന്നീട് രാമദാസൻ നോക്കിയപ്പോൾ തൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും അതേപോലെ സീതാദേവിയുടെയും ലക്ഷ്മണസ്വാമിയുടേതുമെല്ലാം വിഗ്രഹങ്ങൾ ആകെ ഉടഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിന് അത് വലിയ സങ്കടമുണ്ടാക്കി. അദ്ദേഹം വിചാരിക്കുകയാണ്, ഈ ദിവ്യമായ ക്ഷേത്രമുണ്ടല്ലോ ഇത്രമാത്രം ജീർണിച്ചിരിക്കുന്നു, അതേസമയം എത്രയോ കോടീശ്വരന്മാർ ഈ നാട്ടിലുമുണ്ട്, അവർക്കാർക്കും ഇത് പുതുക്കി പണിത് കെട്ടുവാൻ തോന്നുന്നില്ലാലോ. ജനങ്ങൾക്കാർക്കും എന്താണ് ഭക്തി ഇങ്ങനെ ഇല്ലാതായി പോയത്? ശ്രേഷ്ഠമായ മനുഷ്യജന്മം ലഭിച്ചിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുക എന്ന പുണ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനി അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എല്ലാം പാഴാക്കി കളയുന്നുവല്ലോ. ഇവിടെ മനുഷ്യൻ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, ഇനി മരിക്കുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? അതുമില്ല. എത്ര തന്നെ സമ്പാദിച്ചാലും മരിച്ചിട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവാത്ത സ്ഥിതിക്ക് അല്പം ഭക്തി കൊണ്ട് എന്തൊക്കെ ചെയ്യാം, പുണ്യം സമ്പാദിക്കാം. ഇങ്ങനെയാണോ ഇവരെല്ലാം ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് രാമദാസൻ ഭഗവാനെ വിളിച്ച് പറയുകയാണ്, ഭഗവാനെ, ഈ ഭഗവത് ക്ഷേത്രത്തെ ഏതുവിധമെങ്കിലും പുനരുദ്ധാരണം ചെയ്യാൻ ഞാനിതാ നിശ്ചയിക്കുന്നു. എന്നാൽ ഇതെൻ്റെ നിശ്ചയമാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, കരുതുന്നില്ല. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. അങ്ങനെ രാമദാസൻ ആ ക്ഷേത്രത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തെ നമസ്കരിച്ച് ആ മലയിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് അവിടുത്തെ ആ ഗ്രാമവാസികളോട് താൻ ക്ഷേത്രം പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു, അതിലേക്ക് എല്ലാവരും കഴിയുന്ന പോലെ സഹായം ചെയ്യണമെന്നും അറിയിച്ചു. പിന്നീട് രാമദാസൻ തന്നെ ശില്പികളെയൊക്കെ വരുത്തി താൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ഒരു ക്ഷേത്രം പണി ചെയ്യുവാൻ എത്ര പണം വേണ്ടിവരും എന്ന് കണക്കെല്ലാം എടുപ്പിച്ചു. അപ്പോഴവർ പറഞ്ഞു 6 ലക്ഷം വരാഹൻ. അത് അന്നത്തെ കാലത്തെ ഒരു കണക്കാണ് കേട്ടോ ഈ വരാഹൻ. അങ്ങനെ ഭദ്രാചലം എന്ന പ്രദേശത്തെ ഖജനാവിൽ, ആ പ്രദേശത്തിന് മാറ്റിവെച്ച ഖജനാവിൽ നിന്ന് എത്ര പണമുണ്ട് എന്ന ആ ഒരു കണക്ക് ചോദിച്ചു. അങ്ങനെ ഖജനാവിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു 6 ലക്ഷം വരാഹൻ. ഇത് കണ്ടിട്ട് രാമദാസിന് വലിയ അത്ഭുതമായി. കാരണം ആ ക്ഷേത്രം പണിയാൻ വേണ്ടതും അതേ തുകയാണ്. അപ്പോൾ എനിക്ക് ഈ ക്ഷേത്രം പണിയാൻ വേണ്ടതും ഇപ്പോൾ ഈ ഖജനാവിലുള്ളതും, അതായത് ഭദ്രാചലം എന്ന സ്ഥലത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള പണമാണ് ഈ 6 ലക്ഷം വരാഹൻ എന്നത്. ഇത്രയും സംഖ്യ ഒന്നായിരിക്കുന്നു എന്നത് തന്നെ ഇത് ഭഗവാന്റെ നിശ്ചയമാണ്, അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ പണമാണല്ലോ എന്ന് വിചാരിക്കുക കൂടി ചെയ്യാതെ, എന്തിന് രാജാവിനോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഈ 6 ലക്ഷം വരാഹൻ ഖജനാവിൽ നിന്നും എടുത്ത് രാമദാസൻ ക്ഷേത്രത്തിൻ്റെ പണി ആരംഭിച്ചു. അതിമനോഹരങ്ങളായിട്ട് ഗോപുരങ്ങളും മണ്ഡപങ്ങളും വിഗ്രഹങ്ങളും വാഹനങ്ങളും എന്തിന് ദിവ്യാഭരണങ്ങളും ഒക്കെ മനോഹരമായി പണിയിപ്പിച്ച് ബ്രാഹ്മണരെ വരുത്തി പൂജയും നിത്യോത്സവങ്ങളും ഒക്കെ കഴിപ്പിച്ചു. രാമദാസനെ പോലെ ധർമ്മിഷ്ഠനും ഭാഗ്യവാനും ഭൂമിയിൽ വേറെ ആരുമില്ല എന്ന് അവിടെയുള്ള ആളുകളൊക്കെ പുകഴ്ത്താനും തുടങ്ങി. ഭദ്രാചല ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചും പുതിയ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചും എല്ലാം കേട്ടറിഞ്ഞ് ഒരുപാട് സാധുക്കൾ പല പല ദിക്കുകളിൽ നിന്നും എല്ലാം അവിടെ എത്തി. എല്ലാവരെയും രാമദാസൻ വേണ്ട പോലെ സൽക്കരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ അവിടെയുള്ള ചില ജനങ്ങൾ രാമദാസനെ ഗുണദോഷിച്ചു. നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? കാരണം സർക്കാർ പണമെടുത്തല്ലേ എല്ലാം ചെയ്തത്. ധർമ്മം ചെയ്യണം, പക്ഷെ അതൊക്കെ അവനവൻ്റെ കയ്യിൽ നിന്നും എടുത്തല്ലേ ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇങ്ങനെ ചെയ്താൽ ഇത് രാജാവ് അറിഞ്ഞാൽ എന്തായിരിക്കും ഫലം എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ
എന്തെങ്കിലും ഒരു ആപത്ത് നിനക്ക് ഉണ്ടാവാതിരിക്കില്ലേ രാമദാസ? കാരണം രാജാവിനോട് പോലും ചോദിക്കാതെയാണ് നീ ഇതൊക്കെ ചിലവാക്കിയിരിക്കുന്നത്. പക്ഷെ അപ്പോഴും രാമദാസൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, സർക്കാർ പണമെടുത്ത് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാം നമ്മുടെ ഭഗവാന് വേണ്ടിയാണ് ചെയ്തത്. ഈ ക്ഷേത്രം പുരോഗതി പ്രാപിക്കുമ്പോൾ ഈ നാട് നന്നാവില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അത് രാജാവിന് നല്ലതായിരിക്കുമല്ലോ. അതേസമയം ക്ഷേത്രം പണിയും മറ്റു കാര്യങ്ങളുമായിട്ട് രാമദാസൻ കുറേ നാളത്തേക്ക് കൊട്ടാരത്തിലേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധാരണ മറ്റു താലൂക്കുകളിലെ പണം വരുന്നതിന് മുൻപേ ഭദ്രാചലത്തിലെ പണം വരുന്നതാണല്ലോ. ഇത്തവണ അത് വന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ രാമദാസൻ്റെ അമ്മാവന്മാർ ഒരു ശിപ്പായിയെ ഭദ്രാചലത്തിലേക്കായി അയച്ചു. രാമദാസൻ ആവട്ടെ വളരെ സന്തോഷത്തോടു കൂടി ഈ ശിപ്പായിയെ കൂട്ടിക്കൊണ്ട് താൻ ചെയ്യിച്ച ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ സകല പണികളും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ ഭഗവാന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. ഈ ചിലവെല്ലാം ചെയ്തത് എനിക്ക് വേണ്ടിയാണോ? ഭഗവാന് വേണ്ടിയല്ലേ? അപ്പോൾ ആ ശിപായി പറഞ്ഞു, അങ്ങ് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ പണമെടുത്ത് ചെയ്തത് കൊണ്ട് അങ്ങേക്ക് വലിയൊരു ആപത്തുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാമദാസൻ ഉറച്ചു വിശ്വസിച്ചു. കാരണം ഭക്തരക്ഷകനാണല്ലോ ഭഗവാൻ. ആ ഭക്തരക്ഷകനായ ശ്രീരാമസ്വാമി എനിക്ക് തുണയുള്ളപ്പോൾ എങ്ങനെയാണ് ആപത്ത് വരുന്നത്? നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഇപ്രകാരം ആ ശിപ്പായി വന്നിട്ട് മന്ത്രിമാരോട് കാര്യം പറഞ്ഞു. ഇത് കേട്ടിട്ട് അവർക്ക് വലിയ വിഷമമായി. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ അവർ തന്നെ ഇങ്ങനെ മനോഗതമായിട്ട് പറഞ്ഞു, രാമദാസൻ വലിയൊരു ആപത്താണ് വലിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി എന്തെല്ലാം ആപത്തായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം രാജാവ് സഭയിൽ വന്ന് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കേണ്ടായി, എല്ലാ താലൂക്കുകളിലെയും പണം വന്നു കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഭദ്രാചലം താലൂക്ക് ഒഴികെ മറ്റെല്ലായിടത്തെയും പണം വന്നിരിക്കുന്നു. രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഭദ്രാചലത്തെ പണം വരാത്തത്? അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഭദ്രാചലത്തിലുള്ള ശ്രീരാമക്ഷേത്രം അതിവിശേഷമായി പണി ചെയ്യിപ്പിക്കുകയും വളരെയധികം ആഭരണങ്ങൾ ഉണ്ടാക്കുകയും ബ്രാഹ്മണർക്കും അതേപോലെ സാധുക്കൾക്കും ഭക്ഷണവും അങ്ങനെ എല്ലാം ഈ ഖജനാവിൽ നിന്നുള്ള പണം എടുത്തിട്ടാണ് രാമദാസൻ ചെയ്തത്. രാമദാസൻ സർക്കാർ പണമാണ് എന്നുള്ള ഒരു വിചാരം ലേശം പോലും ഇല്ലാതെ ധൈര്യമായിട്ട് ആ പണമൊക്കെ ചിലവ് ചെയ്തിരിക്കുന്നു. ഇത് കേട്ടുടനെ രാജാവ് 2 ശിപ്പായികളെ വിളിപ്പിച്ചു പറഞ്ഞു, വേഗം തന്നെ ഭദ്രാചലത്തിലേക്ക് പോയി ഈ ഒരു കൽപ്പന രാമദാസനെ കാണിച്ച് അവിടെ ചിലവായ 6 ലക്ഷം വരാഹൻ തന്നാൽ വാങ്ങിക്കൊണ്ട് വരിക. ഇനി അതല്ല എങ്കിൽ സകല ജനങ്ങളും കാണെ അവനെ പിടിച്ചുകെട്ടി കൊണ്ടുവരിക. അങ്ങനെ ഈ ശിപ്പായിമാർ ഭദ്രാചലത്തിലേക്ക് പോയി. രാമദാസനെ കണ്ടിട്ട് അതിനിഷ്ഠൂരമായിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെയൊരു രാജശാസനം, 6 ലക്ഷം വരാഹനുണ്ടെങ്കിൽ വേഗം തരിക, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക. ഇതാണ് രാജാവിൻ്റെ കൽപ്പന. രാമദാസൻ ഭഗവാനെ എന്ന് വിളിച്ച് ഈ ശിപ്പായിമാരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു പല്ലക്ക് തയ്യാറാക്കുക. അപ്പോൾ ഈ വന്ന ശിപ്പായിമാർ പറഞ്ഞു, സർക്കാർ പണം മുഴുവനും തന്നാൽ പല്ലക്കിൽ കയറാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കാൽനടയായി വരണം. ശരി, എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാമദാസൻ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ മനസ്സിലൊരു പേടി തുടങ്ങി, ഭഗവാൻ എന്നെ കാത്തു രക്ഷിക്കില്ലേ? ഭഗവാൻ എന്തായിരിക്കും സങ്കല്പിച്ചിരിക്കുക? ഇനി ഈ ക്രൂരനായ രാജാവിൻ്റെ കയ്യിൽ എന്നെ കൊടുത്ത് അവൻ ചെയ്യുന്ന കഠിനമായ ശിക്ഷയെ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? എന്തായിരിക്കും ഭഗവാൻ എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വിശിഷ്ടമായ ആ കാര്യം? ഇങ്ങനെ ചിന്തിച്ച് സർവ്വതും ഭഗവാന് വിട്ടുകൊടുത്ത് ആ ശിപ്പായിമാരുടെ കൂടെ നടന്നു രാമദാസൻ. അങ്ങനെ ഹൈദരാബാദിലെത്തി. രാമദാസനെ കണ്ടിട്ട് അമ്മാവന്മാരായ മന്ത്രിമാരായ അമ്മാവന്മാർ പറഞ്ഞു, വലിയ സങ്കടമായി. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഇനി എന്താണ് ചെയ്യുക? രാജാവ് പറയുന്നത് പോലെ ശിക്ഷ തീർച്ചയായും നടപ്പാക്കും. ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. എന്നിരുന്നാലും ചെറിയൊരു സൂത്രം പറഞ്ഞു കൊടുത്തു അമ്മാവന്മാർ. നീ ഒരുപാട് കവിതകളും കീർത്തനങ്ങളും എല്ലാം എഴുതുന്ന പാടുന്ന ആളല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, നീ രാജാവിനെ സ്തുതിച്ചൊരു കവിത അല്ലെങ്കിൽ ഒരു കീർത്തനം പാടിയാൽ ചിലപ്പോൾ നിനക്ക് രാജാവ് മാപ്പ് തന്നാലോ? അപ്പോൾ രാമദാസൻ പറഞ്ഞു, പരബ്രഹ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രനെ പറ്റി പാടിയ നാവുകൊണ്ട് ഒരു മനുഷ്യനെ സ്തുതിക്കുവാൻ എനിക്ക് സാധ്യമല്ല. അപ്പോൾ പിന്നെ മന്ത്രിമാർ പറഞ്ഞു, ശരി, നീ അനുഭവിച്ചു കൊള്ളുക. ഇത്ര അഹങ്കാരമുണ്ടെങ്കിൽ നിന്റെ ശിക്ഷ നീ തന്നെ അനുഭവിക്കുക. അങ്ങനെ അന്ന് തന്നെ രാമദാസനെ തടവിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ശ്രീരാമദാസൻ
രാമദാസൻ ഭഗവാനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ചെയ്തുകൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം രാമദാസനെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാമദാസൻ രാജാവിനെ കണ്ടിട്ട് സങ്കടത്തോടുകൂടി വിനയത്തോടുകൂടി നിന്നു. രാജാവ് ചോദിച്ചു, രാമദാസ, നിന്നെ പറഞ്ഞയച്ചപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ നീ മറന്നുപോയി അല്ലേ? എൻ്റെ കൽപ്പന അതിക്രമിച്ചതിനാൽ നീ ഇപ്പോൾ എൻ്റെ തടവുകാരനായി മാറി. ഇതൊക്കെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ആ പണം അടയ്ക്കാത്തത് കൊണ്ടല്ലേ നിന്റെ ആ ഉദ്യോഗവും പോയത്. എന്നാൽ പോലും അത്രയും കാലം നീ നല്ല രീതിയിൽ ജോലി ചെയ്തതിനാൽ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട 6 ലക്ഷം വരാഹൻ തന്നാൽ നിന്നെ നാം വെറുതെ വിടാം. അപ്പോൾ ഈ രാമദാസൻ പറഞ്ഞു, രാജാവേ, ഞാൻ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ദുഷ്കാര്യങ്ങളും ഞാൻ ആ പൈസ കൊണ്ട് ചെയ്തിട്ടില്ല. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കു വേണ്ടിയോ ഒരു ചിലവും ഞാൻ ചെയ്തിട്ടില്ല. താങ്കളുടെ കീർത്തിയാണ് വർദ്ധിക്കുന്നത്. അങ്ങനെ ഒരു നല്ല കാര്യമല്ലേ ഞാൻ ചെയ്തത്. അപ്പോൾ രാജാവ് പറഞ്ഞു രാമദാസനോട്, രാമദാസ, അവനവൻ സമ്പാദിച്ച പൈസ കൊണ്ടു വേണം ധർമ്മം ചെയ്യേണ്ടത്. അങ്ങനെ സമ്പാദിക്കുന്ന ദ്രവ്യം കൊണ്ട് ധർമ്മം ചെയ്താലാണ് ഗുണവും കീർത്തിയും ഉണ്ടാവുക. അല്ലാതെ മറ്റൊരാളിൻ്റെ ഈ പൈസ എടുത്തിട്ട് ധർമ്മം ചെയ്യരുത്. അപ്പോൾ രാമദാസൻ പറഞ്ഞു, ഞാൻ ഇതെൻ്റെ ഒരു കാര്യമായിട്ടല്ല ചെയ്തത്. അങ്ങേക്ക് പുണ്യം വരാനാണ് ചെയ്തത്. അങ്ങയിൽ ഒരാളായി നിന്നിട്ട്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരാളായി നിന്നിട്ട് ഈ ഒരു ക്ഷേത്രം പുതുക്കി പണിയിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുണ്യമൊക്കെ അങ്ങേക്കാണ്, ഒരിക്കലും എനിക്കല്ല. രാജാവ് കുറേ നേരം ആലോചിച്ചു. അതിനുശേഷം പറഞ്ഞു, ഈ രാമദാസന് ഞാൻ ഒരാഴ്ച ഇട കൊടുത്തിരിക്കുന്നു. അതിനകം ഇവൻ പണമെല്ലാം അടയ്ക്കണം. അതുവരെ ഇവൻ തടവിൽ കഴിയട്ടെ. അങ്ങനെ ഈ ശിപായിമാർ എന്തു ചെയ്തു? രാമദാസനെ പിടിച്ച് കയ്യിലും കാലിലും എല്ലാം ചങ്ങല വെച്ച് തടവ് മുറിയിൽ കൊണ്ടുപോയിട്ട് കാവലിരുന്നു. രാമദാസൻ ഈ കഠിനമായ ശിക്ഷയിൽ അകപ്പെട്ടുവല്ലോ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശ്രീരാമചന്ദ്രനോടായി പറഞ്ഞു കരഞ്ഞു. ഭഗവാനെ, എന്തൊരു ശിക്ഷയാണ്! എന്നും ഭദ്രാചല ക്ഷേത്രത്തിൽ നടന്നു വരുന്ന കാലുകളിലും ഭക്തരക്ഷകനായ ഭദ്രാചലമൂർത്തിയെ പൂജിക്കുന്ന കൈകളിലും ചങ്ങല വെപ്പിച്ചത് എന്തിനാണ്? കൃപാനിധിയായ ഭഗവാന്റെ ഭക്തവാത്സല്യം ഇങ്ങനെയാണോ? ഞാൻ ഇങ്ങനെയല്ലല്ലോ കേട്ടത്. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. രാജാവ് രാമദാസൻ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി വരാൻ പറഞ്ഞു. അപ്പോൾ ശിപായിമാർ വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് പറഞ്ഞു, അവിടെ രാമദാസൻ രാമരാമ എന്ന് പറഞ്ഞുകൊണ്ട് നിർവികാരനായിട്ടിരിക്കുന്നു പ്രഭു. പണം അടയ്ക്കേണ്ട ഒരു കാര്യവും അവൻ ആലോചിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, അവന് ഭക്ഷണത്തിന് നാഴി അരിയും നാഴി ഉപ്പും കൂട്ടി കലർത്തി കൊടുക്കുക. എന്നിട്ട് അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സസൂക്ഷ്മം നോക്കുക. ശിപായിമാർ രാജാവ് പറഞ്ഞ പോലെ ഭക്ഷണം കൊടുത്തു. രാമദാസൻ വാങ്ങിവെച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നേദിച്ചിട്ട് അതിൻ്റെ പ്രസാദം എന്നതുപോലെ കഴിച്ചപ്പോൾ ആ ഭക്ഷണം അത്യധികം രുചിയുള്ളതായി തീരുകയും രാമദാസൻ മുഴുവനും കഴിക്കുകയും ചെയ്തു. ഇത്രയും ക്ഷമിച്ചിട്ടും രാമദാസൻ പണം അടയ്ക്കുവാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ രാജാവ് അത്യധികം കോപത്തോടുകൂടി പറഞ്ഞു, ഇനി വെച്ചിരിക്കരുത്. രാമദാസനെ എല്ലാവരും കാണുകെ ശിക്ഷിക്കണം. നിങ്ങൾ നാളെ തന്നെ രാമദാസനെ പുറത്തു കൊണ്ടുപോയിട്ട് ആളുകൾ കാണുകെ രാമദാസനെ ചാട്ടവാറിന് അടിക്കുക. അങ്ങനെ ഈ ശിപ്പായികൾ രാമദാസനെ പിടിച്ചുകെട്ടി ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുവാൻ തുടങ്ങി. രാമദാസൻ ഭഗവാനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയാം. ഇത്രയേറെ അടികൾ കൊണ്ടിട്ടും ഭഗവാന്റെ അനുഗ്രഹത്താൽ ശിപായിമാർ അടിക്കുന്ന അടികളൊന്നും തന്നെ രാമദാസൻ്റെ മേലെ തട്ടാതെയായി. അങ്ങനെ അടിച്ചടിച്ച് അടിക്കുന്നവർക്ക് വയ്യാതായി. മാത്രമല്ല കൈകഴച്ചവർ മതിയാക്കുകയാണ് ചെയ്തത്. പിന്നീട് ശിപായിമാർ രാമദാസനെ പുറത്തു കൊണ്ടുവന്ന് മുള്ളുകളിൽ കൂടെ നടത്തിച്ചു. അപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് രാമദാസൻ ആ മുള്ളുകളിൽ കൂടി നടന്നു. ഒരു മുറിവുമില്ലാതെ രാമദാസൻ രക്ഷപ്പെട്ടു. രാജാവിനിത് കാണും തോറും കോപം കൂടി വരികയും അങ്ങനെ പല പല രീതിയിൽ രാമദാസനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി രാജാവ്. ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് തടവിലിട്ടതാണ്. പിന്നീട് 12 വർഷമാണ് ആ തടവറയിൽ രാമദാസന് കഴിയേണ്ടി വന്നത്. പക്ഷെ അപ്പോഴും രാമദാസൻ ചിന്തിച്ചു, എൻ്റെ പിതാവായ ശ്രീരാമസ്വാമി എൻ്റെ ദുഷ്ടത കളയുവാൻ എല്ലാ അർത്ഥത്തിലും ഒന്ന് സ്ഫുടം ചെയ്തെടുക്കുവാൻ വേണ്ടി എന്നെ ശിക്ഷിച്ചതായിരിക്കും എന്ന്. പക്ഷേ അപ്പോഴും രാമദാസൻ ഒന്ന് ചിന്തിച്ചു, എല്ലാ അർത്ഥത്തിലും ഒന്ന് ചിന്തിച്ചു.
പൊതുവെ അച്ഛന്മാർക്ക് ദയ കുറയുമെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ശരി, ലോകമാതാവായ സാക്ഷാൽ സീതാദേവിയെ ഒന്ന് പൂജിക്കാം. അങ്ങനെ ജാനകി ദേവിയോട് തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞു രാമദാസൻ. ആ പ്രാർത്ഥന കേട്ടതും സീതാദേവിയുടെ മനസ്സലിഞ്ഞു. എന്നിട്ട് ഭഗവാനോട് ചോദിച്ചു, ദേവി, ഭഗവാനെ, അങ്ങയുടെ ഭക്തനായ രാമദാസൻ എത്രയോ കാലമായി അങ്ങയെ വിളിച്ചു കരയുന്നു. ഇനിയും അവനെ രക്ഷിക്കാതിരുന്നാൽ അപവാദം വന്നു ചേരും അങ്ങേക്ക്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി അവനെ രക്ഷിക്കണം. ഒരു പക്ഷേ മഹിഷരൂപത്തിൽ വന്ന ഭഗവാനെ അടിച്ചതിൻ്റെ ആ പാപഫലമായിരിക്കാം ഭഗവാൻ ഇത്രയും കാലം കൊണ്ട് അനുഭവിപ്പിച്ചത്, അല്ലെങ്കിൽ അനുഭവിപ്പിച്ചിട്ട് തീർത്തു കൊടുത്തത് എന്നും നമ്മൾക്ക് കരുതാവുന്നതാണ്. എന്തായാലും ശരി, രാമദാസൻ്റെ ആ പാപകാലം കഴിയാറായി എന്നതുപോലെ ഭഗവാൻ പറഞ്ഞു, ശരി, ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മണനെ വിളിച്ചിട്ട് രാമദാസനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ആലോചിച്ചു ശ്രീരാമസ്വാമി. രാമദാസൻ അവിടെ ഖജനാവിൽ അടയ്ക്കേണ്ട തുക രാജാവിന് കൊടുത്ത് രസീത് വാങ്ങുന്നത് തന്നെയാണ് നല്ലത് എന്ന് നിശ്ചയിച്ച് അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സാധാരണ മനുഷ്യവേഷം ധരിച്ച് 6 ലക്ഷം വരാഹനും എടുത്തുകൊണ്ട് രാജാവിൻ്റെ ആ രാജധാനിയിലേക്ക് ആ രാത്രി തന്നെ പുറപ്പെട്ടു. ശ്രീരാമലക്ഷ്മണന്മാർ അർദ്ധരാത്രിയിൽ രാജാവ് കിടക്കുന്ന മുറിയുടെ വാതിലിൽ തട്ടി വിളിച്ചു. പെട്ടെന്ന് രാജാവ് എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കിയപ്പോൾ അതാ ആയുധധാരികളായിട്ടുള്ള അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന വീരപുരുഷന്മാർ. എന്നാൽ മായ കൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഏതു ദിക്കിൽ നിന്നും വരുന്നു? ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, രാജാവേ, ഞങ്ങളുടെ ദേശം ഗോദാവരി നദിക്ക് സമീപമുള്ള ഭദ്രാചല ക്ഷേത്രമാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു, നിങ്ങൾ ആരുടെ ആൾക്കാരാണ്? ആരാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞങ്ങൾ രാമദാസൻ്റെ ആൾക്കാരാണ്. രാമദാസൻ അയച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. രാമദാസൻ ഈ സർക്കാർ ഖജനാവിൽ അടയ്ക്കുവാനുള്ള പണം ഇതാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ രാജാവ് റെസീപ്റ്റെല്ലാം എഴുതി മുദ്രയും വെച്ച് ശ്രീരാമചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു. ശ്രീരാമചന്ദ്രൻ തല ഉയർത്താതെ തന്നെ ആ രസീത് വാങ്ങി, ആ റെസിപ്റ്റ് വാങ്ങി മറയുകയും ചെയ്തു. മന്ത്രിമാർ തടവ് മുറിയിൽ പോയിട്ട് രാമദാസൻ്റെ ചങ്ങല അറുത്തിട്ട് രാമദാസൻ്റെ അടുത്ത് പറഞ്ഞു, നല്ലവണ്ണം കുളിച്ച് നല്ല വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞ് അതിവേഗം വരൂ നിങ്ങൾ. അങ്ങനെ രാമദാസൻ അവർ പറഞ്ഞ പോലെ ചെയ്തു വന്നപ്പോൾ പുഷ്പമാല അണിയിച്ചുകൊണ്ട് ഈ ശിപായിമാർ രാജാവിൻ്റെ രാജപല്ലക്കിൽ കയറ്റി വാദ്യഘോഷത്തോടുകൂടി രാജാവിൻ്റെ ആ സഭയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ രാജാവ് പറഞ്ഞു, രാമദാസ, താങ്കൾ ഏറ്റവും ഉത്തമനായ പുരുഷൻ തന്നെയാണ്. കാരണം താങ്കൾക്ക് വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാർ തന്നെ 6 ലക്ഷം വരാഹം കൊണ്ടുവന്ന് തന്നു. അങ്ങനെ രാമദാസന് ആ 6 ലക്ഷം വരാഹനും രാജാവ് കൊടുത്തു. അത് വാങ്ങി ആ രാമദാസൻ ഭദ്രാചലത്തിലേക്ക് അതിവേഗം പുറപ്പെട്ടു. അങ്ങനെ പോകുന്ന വഴിയിൽ ജനങ്ങളോടൊക്കെ വിളിച്ചു പറഞ്ഞു രാമദാസൻ, ഹേ സാധുക്കളെ, ഇതാ ഭദ്രാചല ശിഖരം കാണുന്നു, നമസ്കരിക്കൂ, ഇതാണ് കലിയുഗ വൈകുണ്ഠം. രാമദാസൻ ആദ്യം ഗൗതമി നദിയിൽ ഇറങ്ങി കുളിച്ച് നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് രാജാവ് കൊടുത്തയച്ച സകല ദ്രവ്യങ്ങളും കൊണ്ട് ഭദ്രാചല ക്ഷേത്രത്തിൽ ചെന്നു. എന്നിട്ട് ശ്രീരാമസ്വാമിയുടെ മുൻപിൽ സകലവും അർപ്പണം ചെയ്തു രാമദാസൻ. ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഹനുമാനെയും വിശേഷ വസ്ത്രങ്ങളാൽ അലങ്കരിച്ച് അഭിഷേകവും നിവേദ്യവും അർപ്പിച്ചു. കുറേ കാലം കഴിഞ്ഞ് രാമദാസന് കാലിലൊരു രോഗമുണ്ടായി. അതുനിമിത്തം നടക്കാൻ പറ്റാതെ ഭദ്രാചല ക്ഷേത്രത്തിൽ പോയി ശ്രീരാമസ്വാമിയെ ദർശിക്കുവാൻ സാധിക്കാതെ വന്നു. രാമദാസന് വലിയ സങ്കടമായി. ഇടവിടാതെ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ രാമദാസൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് രാമദാസനോടായി പറഞ്ഞു, ഇതിന് വൈദ്യരെ കാണിക്കണമില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും രാമ എന്ന്. അപ്പോൾ രാമദാസൻ പറഞ്ഞു, എനിക്ക് യാതൊരു ഔഷധവും വേണ്ട. ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ നാമം അതുമാത്രം മതി. അങ്ങനെ രാമനാമം ജപിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നു. ദിവസം തോറും ഈ വ്യാധി വർദ്ധിച്ചു വന്നു രാമദാസന്. അവസാനം ഈ ശരീരം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ന് രാമദാസന് തോന്നി. വൈരാഗ്യ ബുദ്ധിയോടുകൂടെ ചിന്തിച്ചു, ഈ മനുഷ്യജന്മം ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഭഗവാന്റെ ദർശനം അന്ന് സ്വപ്നത്തിൽ ലഭിച്ചതല്ലാതെ പിന്നീട് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇനി അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി യത്നിക്കുവാൻ ഈ ദേഹത്തിന് ഇനി ശക്തിയുണ്ടോ? ഇല്ല. ശക്തിയുള്ളപ്പോൾ രാമദർശനത്തിന് സാധിക്കാതെ വെറുതെ കാലം കഴിച്ചു.
ഇപ്പോൾ ശ്രീരാമസ്വാമിയുടെ ദാസനായി ഇനിയെങ്കിലും ശ്രീരാമസ്വാമി അനുഗ്രഹിച്ച് ഈ ജനന മരണമാകുന്ന സമുദ്രത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ ഭഗവാനെ, ഇനിയും എന്നെ സങ്കടപ്പെടുത്തരുതേ. ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നാണ് രാമദാസൻ്റെ ഹൃദയത്തിന് എന്തോ ഒരു തോന്നൽ. ഭാര്യയെ വിളിച്ച് പറഞ്ഞു, ഒന്ന് വേഗം വരൂ. പക്ഷേ ഭാര്യ പറഞ്ഞു, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്ന്. അത് കഴിഞ്ഞ് വേഗം വരാം. അപ്പോൾ രാമദാസൻ പറഞ്ഞു, നിനക്ക് അത്രയ്ക്കേ ഭാഗ്യമുള്ളൂ. പെട്ടെന്ന് രാമദാസൻ്റെ മുൻപിൽ ഒരു പ്രകാശം വന്നു. ആ പ്രകാശം വന്നു നിൽക്കുന്നതായി, ഭഗവാൻ തന്നെ വിളിക്കുന്നതായി രാമദാസൻ കണ്ടു. ഭഗവാനെ രാമ എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ടോടിപ്പോയി അദ്ദേഹം. പെട്ടെന്ന് അവിടെ ആ ദേഹം വീണു. ആ ദേഹത്തിൽ നിന്നും ഒരു പ്രകാശം ഉയർന്ന് ആകാശത്ത് കണ്ട ആ പ്രകാശത്തിലേക്ക് കൂടിച്ചേരുന്നത് ആ പ്രദേശത്ത് സാക്ഷികളായി നിന്നിരുന്ന ചിലർ കണ്ടു. ഈ സമയത്താണ് രാമദാസൻ്റെ ഭാര്യ ഓടി വന്നത്. അവൾ ഭൂമിയിൽ വീണ് കരയുവാൻ തുടങ്ങി. അയ്യോ ഭഗവാനെ, എനിക്ക് വളരെ കാലമായിട്ട് ഈ മഹാത്മാവിനെ സേവിച്ചിട്ടും എൻ്റെ ഭാഗ്യക്കേട് എന്നെ വിട്ടില്ല. എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചില്ലാലോ, അദ്ദേഹം വിളിച്ച സമയത്ത് എനിക്ക് വരാനും സാധിച്ചില്ലാലോ. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഈ ഭൂമിയിൽ ഇരിക്കില്ല. അങ്ങനെ ഭദ്രാചല ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിയുടെ മുൻപിൽ ചെന്ന് സാഷ്ടാംഗം വീണ് കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അവളുടെ ആ ദൃഢമായ നിശ്ചയം അറിഞ്ഞിട്ട് ശ്രീരാമസ്വാമി അശരീരിയായിട്ട് അവളോട് പറഞ്ഞു, നീ വേഗം വൈകുണ്ഠത്തിലെത്തും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുവാൻ നിൻ്റെ മകൻ എന്നാണോ പ്രാപ്തമാവുന്നത് അതുവരെ ഈ ക്ഷേത്രത്തിൽ എന്നെ സേവിച്ചുകൊണ്ട് നിങ്ങളിരിക്കുക. അങ്ങനെ രാമദാസൻ്റെ ഭാര്യ തൻ്റെ മകൻ വളർന്ന് വലുതാവുന്നത് വരെ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ആ ഭാര്യയും സാക്ഷാൽ ശ്രീരാമപാദത്തെ പ്രാപിച്ചു.